റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് തട്ടിപ്പാണോ, വിദേശത്തൊക്കെ നിരോധിച്ചത് കേൾക്കുന്നു എന്നൊക്കെ നമ്മുടെ താഴെ വന്ന് സാധാരണഗതിയിൽ കമൻ്റ് ഇടാറുണ്ട്. ഇത് ശരിയാണോ? ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടോ? റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് തട്ടിപ്പുമല്ല, വിദേശത്ത് നിരോധിച്ചിട്ടുമില്ല. പിന്നെ ഇതിനെതിരെ സംസാരിക്കുന്ന വലിയൊരു കൂട്ടം ഡോക്ടർമാരെന്ന് പറയപ്പെടുന്ന ആളുകൾ, ഡോക്ടർമാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ്? കാരണം എന്ന് വെച്ചാൽ ഈ ഒരു പല്ല് വേദനയുള്ള പല്ലുണ്ടെങ്കിൽ ആ പല്ലിനെ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ശരിയാക്കി എടുക്കുക എന്ന് പറയുന്നത് പണ്ടൊക്കെ ശ്രമകരമായൊരു കാര്യമാണ്. ഇപ്പോൾ കൂടുതൽ ടെക്നോളജിയൊക്കെ വന്നത് ഇച്ചിരി ഈസിയായി. പക്ഷേ പണ്ട് ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പണ്ട് എക്സ്റേ ഇല്ലായിരുന്നു. ഈ പറയുന്ന വിദേശത്തെ രാജ്യങ്ങളിൽ പോലും ഡിജിറ്റൽ എക്സ്റേ വന്നിട്ട് ഒരു 10-15 കൊല്ലമായുള്ളൂ. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ കുറച്ചുകൂടെ നേരത്തെ വന്ന് അത് അഡാപ്റ്റ് ചെയ്യുകയും ചെയ്തു. കാരണം പണ്ടൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ സാധനങ്ങൾ വയ്ക്കാൻ അവരുടെ മടി ഭയങ്കര കൂടുതലാണ്. അത് നല്ല ക്ലിനിക്കുകളിലൊക്കെ വേഗം വരും, പക്ഷേ താഴത്തേക്ക് വരുന്നത് വളരെ കുറവാണ്. അപ്പോൾ എക്സ്റേ എടുക്കാനുള്ള മടി, എക്സ്റേയെക്കുറിച്ചുള്ള പേടി, ഇതെല്ലാം കാരണം ആളുകൾ ഇതിലേക്ക് കൺവേർട്ട് ചെയ്തില്ല. എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ എക്സ്റേയിലേക്കൊന്നും കൺവേർട്ട് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ ഈ റോട്ടറി ഇൻസ്ട്രുമെൻറ്റ്സ്, ഇതൊന്നും കൺവേർട്ട് ചെയ്ത് വരാനുള്ളൊരു താമസമുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ വളരെ സുലഭമായിട്ട് റോട്ടറി ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ച് വളരെ കൃത്യമായിട്ട് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാണ്. എന്നാൽ ഇതൊരു 100 കൊല്ലം മുമ്പ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് വളരെ പ്രിമിറ്റീവാണ്. ആ കാലത്തെ കുറേ റിസർച്ചുണ്ട്. എന്ന് പറഞ്ഞാൽ 100 കൊല്ലം മുമ്പ് നമ്മൾ ഇവിടെ നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, നടുവേദന വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടില്ല. ഇപ്പോൾ കാളവണ്ടിയിലൊക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ദൂരേക്ക് പോകേണ്ടി വന്നാൽ അവിടെ പോയപ്പോൾ കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ? കാരണം വെച്ചാൽ കൊല്ലത്ത് പോയി വരാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. അവിടെ വരെ ചെന്നിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് തിരിച്ച് ഇല്ലത്ത് വരാൻ സാധ്യതയില്ല. കാരണം വെച്ചാൽ അത്രയും ദൂരമായിരുന്നു. ഇപ്പോൾ കൊല്ലത്ത് പോകാൻ എന്തൊരു സമയം വേണം, രാവിലെ പോയാൽ വൈകുന്നേരം തിരിച്ചു വരാം എന്ന് പറഞ്ഞതുപോലെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ 100 കൊല്ലം മുമ്പുള്ള ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ ഇന്നിരുന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ ട്രീറ്റ്മെൻറ്റിനെ പറയാം. ഇപ്പോൾ ഈ കൊല്ലത്തേക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് വരാൻ പറ്റില്ല എന്ന് ഇന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ? അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. കാരണം അന്ന് അതായിരുന്നു സ്ഥിതി. അന്ന് കാളവണ്ടിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞ പോലെ അന്ന് റൂട്ട് കനാൽ ചെയ്തിരുന്നത് ഒരു ചെറിയ സൂചി പോലുള്ള സാധനം വെച്ച്, അതുപോലെ തന്നെ ആഴ്സനിക് പോലുള്ള മെറ്റീരിയലൊക്കെ വെച്ചാണ് അന്ന് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ അന്നുള്ള ആളുകൾ തുടങ്ങിയത്. അതിൻ്റെ റിസർച്ച് കഴിഞ്ഞിരിപ്പുണ്ട്. ആ റിസർച്ചൊന്നും ആരും കളയൂലല്ലോ. റിസർച്ചൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ആ റിസർച്ചിൽ നിന്നാണ് അടുത്ത ലെവൽ മാറി ഇന്ന് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് വളരെ കൃത്യതയോടു കൂടിയാണ്. ആ റിസർച്ചൊക്കെ എടുത്ത് വെച്ചിട്ട് ഇതുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ് അതിനെതിരെ പറയുന്ന ഒത്തിരി പേരുണ്ട്. ഇനി റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് തന്നിൽ തന്നെ ക്യാൻസർ ഉണ്ടാക്കും, അല്ലെങ്കിൽ തന്നിൽ തന്നെ പല അസുഖങ്ങൾക്കും കാരണം റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്, ഇത് പറിച്ചതിന് ശേഷം ആ അസുഖം മാറി എന്നൊക്കെ പറയുന്നവരുണ്ട്. ഇതൊന്നും സയൻറ്റിഫിക്കലി പ്രൂവ് ആണല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് കനാൽ ചെയ്തതിന് ശേഷം ആരെങ്കിലും ക്യാൻസർ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പല ആളുകൾക്കും ക്യാൻസർ, അല്ലാത്തവർക്കും ക്യാൻസർ വന്നിട്ടില്ലേ. അപ്പോൾ ഒരാൾക്ക് റൂട്ട് കനാൽ ചെയ്തു അതിന് ശേഷം ക്യാൻസർ വന്നു എന്ന് പറയുന്നത് കൊണ്ട് ആ പറയുന്ന ക്യാൻസർ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ആണ് അതിന് കാരണമെന്ന് ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. അതുമാത്രമല്ല, റൂട്ട് കനാൽ ചെയ്ത പലർക്കും ക്യാൻസർ വരാത്തതുകൊണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം കണ്ടുപിടിച്ചാൽ, ഒരു കാരണം പറഞ്ഞാൽ ആ കാരണത്തിന് ഈ സാധനം തന്നെയാണെന്ന് പറയുകയാണെങ്കിൽ അത് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അതേ സാധനമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായല്ലോ. അപ്പോൾ അല്ലെങ്കിൽ വളരെയധികം പേർക്ക് അതേ പ്രശ്നങ്ങൾ തന്നെ വരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിനെ ഇങ്ങനെ നെഗറ്റീവായിട്ട് പോർട്രേ ചെയ്യാനുള്ള, അതും അതിനെ ഫണ്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പല്ലൊന്ന് പറിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവിടെ ബ്രിഡ്ജ് വയ്ക്കാനും അതുപോലെ തന്നെ അവിടെ ഇംപ്ലാന്റ് ചെയ്യാനും ഒക്കെ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇംപ്ലാന്റ് കമ്പനികൾ അതിനെ പ്രൊമോട്ട് ചെയ്യും. കാരണം ഇതൊന്ന് പറിച്ച് കിട്ടിയിട്ട് അവരുടെ ഇംപ്ലാന്റ് അതിനകത്ത് വയ്ക്കാൻ. അപ്പോൾ ഇംപ്ലാന്റ് കമ്പനികൾ പോകും. ഇപ്പോൾ ടൈറ്റാനിയം ഇംപ്ലാന്റ് പാടില്ല എന്ന് പറഞ്ഞ് അടുത്ത കൂട്ടർ ഇറങ്ങിയിട്ടുണ്ട്. കാരണം അതിന് മുമ്പ് പുതിയ ടെക്നോളജി ആയിട്ട് സെറാമിക് ഇംപ്ലാന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യവും പുതിയൊരു സാധനം വരുമ്പോൾ പഴയതിനെ ചീത്ത പറയാൻ ഒരു കൂട്ടം ആളുകളെ ഹയർ ചെയ്യുക എന്നുള്ളത് വിദേശ കമ്പനികൾ ചെയ്യുന്നൊരു വലിയ കാര്യം. അപ്പോൾ അതുകൊണ്ട് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ഞാൻ തന്നെ 40 കൊല്ലം 50 കൊല്ലം മുൻപ് ചെയ്ത റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് വളരെ സക്സസ്ഫുൾ ആയിട്ടിരിക്കുന്നത്, ഒരു വേദനയില്ലാത്ത, അവർക്ക് വേറെ അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന അനേകം പേരെ കണ്ടിട്ടുണ്ട്. ഞാൻ തന്നെ ചെയ്ത് 25 കൊല്ലം മുമ്പ് ചെയ്ത റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ഇപ്പോഴും വളരെ സക്സസ്ഫുൾ ആയിട്ടിരിക്കുകയും അതുകൊണ്ട് ചവച്ച് അരച്ച് ഭക്ഷണം കഴിക്കുകയും നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്ന അനേകം പേരെ എനിക്ക് തന്നെ പേഴ്സണലായിട്ടറിയാം. ഒരു മാസം നമ്മൾ ആയിരക്കണക്കിന് പേരെ കാണുന്നവരിലെല്ലാം തന്നെ ഈ പറയുന്ന റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത വർഷങ്ങളായിട്ടുള്ള പേഷ്യൻസ്, വർഷങ്ങളായിട്ട് പല്ലുകളെ ട്രീറ്റ് ചെയ്തിട്ടുള്ള ആയിരക്കണക്കിന് പേഷ്യൻസിനെ നമ്മൾ എല്ലാ മാസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിനെ പറ്റി ഇങ്ങനെയുള്ള വാർത്തകൾ വരുന്നത്, പ്രത്യേകിച്ച് വിദേശത്ത് ഇതിനെ നിരോധിച്ചെന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. അത് വെറുതെ പറയുന്ന കാര്യമാണ്. പക്ഷേ ഇത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എന്ത് വേണേലും പറയാവുന്ന ഒരു
സ്റ്റാറ്റസിലേക്ക് വന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയുന്നതിനെ തെറ്റായി വ്യാഖ്യാനിച്ച് ഇത് നിരോധിക്കണം എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും കൂട്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് നിരോധിച്ചു എന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ടാകും. ഇതിനൊന്നും അടിസ്ഥാനപരമായിട്ട് സയൻറ്റിഫിക്കായിട്ട് യാതൊരു ബേസും ഇല്ല. അതിനെ പ്രൊമോട്ട് ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് അതിനൊരു പ്ലാനുണ്ട്. എന്തിനാണ് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ പുതിയ പുതിയ ടെക്നോളജി സാധനങ്ങളെയൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി അവർ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇതിലൊന്നും വിശ്വസിക്കരുത്. പല്ലുവേദന ഉണ്ടെങ്കിൽ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പല്ലിനെ രക്ഷപ്പെടുത്തുന്നത് തന്നെയാണ് ഏറ്റവും നല്ല ചികിത്സ. അല്ലാതെ പല്ല് പറിച്ച് കളയുന്നതല്ല. പല്ല് പറിച്ച് കളയരുത് എന്ന് പഠിപ്പിക്കുന്ന പല്ല് ഡോക്ടറെ ഫോളോ ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാൻ പല്ല് ഡോക്ടർ.